അറബിക്കടലിനും അതിലേക്കൊഴുകുന്ന നദീശൃംഖലയുടെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയ്ക്ക് പഴമയുടെ പെരുമ വിളിച്ചോതുന്ന ഒരു പൂർവ്വകാല ചരിത്രമുണ്ട്. ആലപ്പുഴയുടെ ശില്പി എന്നറിയപ്പെടുന്ന ദിവാൻ രാജാ കേശവദാസ് ഈ പട്ടണത്തെ തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖ നഗരമാക്കി മാറ്റി. ആലപ്പുഴ പട്ടണത്തെ പുനരുജ്ജീവിപ്പിക്കാനും അതിന്റെ സുവർണകാലം വീണ്ടെടുക്കുവാനുമുള്ള സമഗ്രമായ ശ്രമം എന്ന നിലയിൽ 2018 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആലപ്പുഴ പൈതൃക പദ്ധതി. പ്രധാന കനാലുകളുടെയും ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളുടെയും പുനരുദ്ധാരണത്തിലൂടെ ആലപ്പുഴയുടെ തദ്ദേശീയരായ ജനവിഭാഗങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം ഒരു സമഗ്ര വികസനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കയറും കയർ ഉൽപ്പന്നങ്ങളും കയർ ജീവിതവും പ്രതിപാദിക്കുന്ന യാൺ മ്യൂസിയം, കയർ ഹിസ്റ്ററി മ്യൂസിയം, ലേബർ മൂവ്മെന്റ് മ്യൂസിയം, ലിവിംഗ് കയർ മ്യൂസിയം എന്നിവ കൂടാതെ പോർട്ട് മ്യൂസിയം, മാരിടൈം സിഗ്നലിംഗ് മ്യൂസിയം എന്നിവ നിർമ്മിച്ചു വരുന്നു. ആലപ്പുഴ കടൽപ്പാലം, കനാൽ നവീകരണം, ഗാന്ധി മ്യൂസിയം, ലിയോ 13 സ്കൂൾ, സൗക്കർ മസ്ജിദ് എന്നിവ കൂടാതെ മിയാവാക്കിയും ആലപ്പുഴയുടെ നവീകരണത്തിനായി ഏറ്റെടുത്തിരിക്കുകയാണ്. പൂർത്തീകരിച്ച പദ്ധതികളുടെ സമർപ്പണവും പുതിയ പദ്ധതികളുടെ ആരംഭവും 2020 നവംബർ 3 കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു.